ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു 5.1 ഡിജിറ്റൽ ആംപ്ലിഫയറിനെയാണ് പരിചയപ്പെട്ടത്. ഇപ്രാവശ്യം നമ്മൾ ആ ഒരു ഡിജിറ്റൽ ആംപ്ലിഫയർ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത റിമോട്ട് കിറ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിരുന്നത് നേരത്തെ ഇറങ്ങിയ ഒരു ഓൾഡ് റിമോട്ട് കിറ്റാണ്, ഇപ്പോഴത് വെച്ചിട്ട് ആംപ്ലിഫയർ ചെയ്യുന്നത് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, റിലവൻ്റ് ആണെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യം ഇറങ്ങിയ ആ ഒരു റിമോട്ട് കിറ്റിന് കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചിട്ടാണ് ഇപ്പോൾ അവർ ആ ഒരു റിമോട്ട് കിറ്റ് പിന്നെ ഇറക്കിയിരിക്കുന്നത്. ഇപ്പോൾ ആ റിമോട്ട് കിറ്റ് പെർഫെക്റ്റ് ആണ്, യാതൊരു വിധത്തിലുള്ള ഫോൾട്ടും എനിക്ക് അതിനകത്ത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. So without wasting any more time, let's begin. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ മണി നൈസ് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട് കിറ്റ് കിട്ടുന്ന പാക്കേജ്. അസ്യൂഷ്വൽ പാക്കേജ് തന്നെയാണ്, മറ്റൊന്നുമില്ല. നോർമൽ ബൈൻഡ് പാക്കേജ് തന്നെയാണ് വരുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്യുന്നതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് നമ്മുടെ റിമോട്ട് കിറ്റും അതിനുള്ള മറ്റ് പാർട്സുമാണ്. ഇതിനകത്തും രണ്ട് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് റിമോട്ട് കിറ്റും, പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ, പിന്നെ റിമോട്ട്, പിന്നെ അതിൻ്റെ കുറച്ച് വയറിംഗ് പാർട്ട്. ഇതാണ് നമ്മുടെ റിമോട്ട്. നമ്മുടെ നോർമൽ റിമോട്ട് കിറ്റിൽ കിട്ടുന്ന റിമോട്ടല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള റിമോട്ടാണ്. പിന്നെ ഇങ്ങനെ ഒരു രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കിട്ടുന്നത്. എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നോർമൽ ഡിസ്പ്ലേ അല്ല, ഒരു LED ഡിസ്പ്ലേ ആണ്. ഇതിപ്പം അതിനകത്ത് ഫ്രണ്ട് പാനൽ ചെയ്ത് തന്നെയാണ് വരുന്നത് അക്രിലിക് ഷീറ്റിനകത്ത്. ഞാനിപ്പോൾ ആംപ്ലിഫയർ ചെയ്തപ്പോൾ അതിനകത്ത് കുറേ മാറ്റങ്ങൾ വരുത്തി ഫ്രണ്ട് ഡയലൊക്കെ മാറ്റിയായിരുന്നു. ഫ്രണ്ട് ഡയൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സ്വിച്ചസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. PCBയിലേക്ക് കമ്പോണൻസിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ നല്ല PCB ആണ്, ഗ്ലാസ് എപ്പോക്സി PCB തന്നെയാണ്. ഈ ഒരു മൊഡ്യൂളിനകത്ത് തന്നെയാണ് എൻ്റെ USB, FM, ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ SD കാർഡ് സ്ലോട്ട് എല്ലാം ഇതിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ കുറേ സ്വിച്ചസും ഉണ്ട്. മോഡ്, സ്റ്റാൻഡ് ബൈ, 2.1, 5.1, പ്രീവ്യൂ, നെക്സ്റ്റ്, പ്ലേ, പോസ്, അങ്ങനെ കുറച്ച് സ്വിച്ചസും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, അത് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കി നമുക്ക് ഡയറക്റ്റ് റിമോട്ടിൽ തന്നെ യൂസ് ചെയ്യാം. അതാണ് ഇപ്പം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കും. ഇനിയിപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ മദർ ബോർഡാണ്. മദർ ബോർഡ് വന്നിരിക്കുന്നത് ഇതുപോലൊരു ബോർഡിലായിട്ടാണ്. നമുക്ക് കൂടുതൽ വയറിങ്ങിൻ്റെ ഒന്നും ആവശ്യകതയില്ല. സോക്കറ്റ്സ് എല്ലാം അതിനകത്ത് ഫിറ്റ് ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങളത് നോക്കിയാൽ മനസ്സിലാവും. നോർമൽ ഒരു റിമോട്ട് കിറ്റിനെ അപേക്ഷിച്ച് ഒരുപാട് ഇൻപുട്ട്സ് ഇതിനകത്തുണ്ട്. 2 ഓക്സ് ഇൻപുട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഒരു 5.1 AC3 ഇൻപുട്ട് ഉണ്ട്, പിന്നെ 2 ഓപ്റ്റിക്കൽ, 2 കോയാക്സൽ, പിന്നെ ഒരു 12 വോൾട്ട് DC ഇൻപുട്ട് കൊടുക്കുള്ളത്. അതായത് 12 വോൾട്ട് DCയിലാണ് ഇത് വർക്ക് ആവുന്നത്. നമുക്ക് AC അല്ല, DC ആണ് വേണ്ടുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് വശം നമുക്ക് അക്രിലിക് പാനലിൽ തന്നെയാണ് ചെയ്തു വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രോസസർ ഇതാണ്. ഈ ബോർഡ് നേരത്തെ വന്നുകൊണ്ടപ്പോൾ ഇതിനകത്ത് ഫുൾ എല്ലാ ഭാഗത്തും IC ഇട്ട് നിറച്ച് വന്നിരുന്ന ബോർഡ് എനിക്ക് പണ്ട്, അതായത് എനിക്ക് ഓർമ്മയില്ല, കുറേ നാൾ മുൻപാണ് എൻ്റെ കിട്ടിയത്. അന്ന് ഈ ബോർഡിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നോയ്സ് ഉണ്ടായിരുന്നു, ബ്ലൂടൂത്ത് ഫുള്ളി നോയ്സ് ആയിരുന്നു, പിന്നെ ഏതൊക്കെയോ ചാനലിൽ എക്കോ പോലൊക്കെ കേൾക്കുമായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അതാണ് ഒന്ന് രണ്ട് പേരെ അടുത്ത് ചോദിച്ചത്, ഈ ബോർഡിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിപ്പം മാറി വന്നു. ഇപ്പം കിട്ടുന്നതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ബോർഡാണിത്. വളരെ നല്ലൊരു ബോർഡാണ്, നല്ല PCB ആണ്, വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു റിമോട്ട് കിറ്റാണിത്. നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഒറ്റ നോട്ടത്തിൽ എന്താ പറയുക, നമുക്ക് ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് അതിനകത്ത് ഡിഫക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്വാളിറ്റി കുറവോ ഒന്നും തന്നെ പറയാനില്ല. പിന്നെ ഇതിനകത്തെന്ന് വെച്ചാൽ HDMI പോർട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും പോർട്ട് കൊടുത്തേക്കുന്നത് HDMI ഇൻപുട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ വന്നിട്ടുണ്ട് HDMI ഉള്ളത്. അത് കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്, എനിക്ക് തോന്നുന്നു 4 HDMI ആണെന്ന് തോന്നുന്നു. പിന്നെ HDMI ആർക്ക് ഔട്ട്പുട്ട് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോഴും അങ്ങനെ ഒരു അപ്ഗ്രേഡ് വെർഷൻ കൂടി ഇതിന് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ പിന്നീട് ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് കിട്ടുന്നതിൻ്റെ വയറിംഗ് കേബിൾസ് ആണ്. നീറ്റായിട്ടുള്ള വയറിംഗ് കേബിൾസ് ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു റൊട്ടേറ്ററി എൻകോഡറും ഉണ്ട്. റൊട്ടേറ്ററി എൻകോഡറും കൊള്ളാം, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് അതിൻ്റെ ഒരു മാനുവൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതില്ലാതെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ റിമോട്ട് കിറ്റിനകത്ത്. നമ്മുടെ നോർമൽ ബേസിക് റിമോട്ട് കിറ്റ് പോലെ അല്ല. പെട്ടെന്ന് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല. കാര്യം ഒരുപാട് ഫംഗ്ഷൻസ് എല്ലാം ഉള്ളിലാണ് കിടക്കുന്നത് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റലോഗ് മസ്റ്റായിട്ടും വേണം. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇഷ്ടംപോലെ ഓപ്ഷൻസ്, ഫീച്ചേഴ്സ് എല്ലാം ഇതിനുണ്ട്. പക്ഷേ ഇതിനകത്ത് അവർ പറയുന്നത് DTS സപ്പോർട്ട്, ഡോൾബി സപ്പോർട്ട്, DTS എന്ന് പറയുന്നുണ്ട്. പക്ഷേ DTS സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ല. കാര്യം DTS സർട്ടിഫിക്കേഷൻ ഒന്നും നമ്മൾ ആ പ്രോസറിന് മുകളിൽ കണ്ടിട്ടില്ല. ഡോൾബി ഡിജിറ്റൽ എടുക്കും ഞാൻ ഇതുപോലെ നമ്മുടെ HD സെറ്റ് ബോക്സിൽ കൊടുത്ത് നോക്കിയപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. ബാക്കി DTS കണക്ട് ചെയ്ത് നോക്കാൻ എൻ്റെ കയ്യിൽ സാധനങ്ങൾ അതൊന്നും ഞാൻ ചെയ്ത് നോക്കിയില്ല. എൻ്റെ ഉപയോഗിച്ചിട്ടാണെങ്കിൽ DTS മിക്കവാറും അത് എടുക്കുമെന്ന് തോന്നുന്നില്ല. PCM ആക്കി കൊടുത്താൽ വർക്കാവും, റോഡായിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പക്ഷേ നല്ലൊരു റിമോട്ട് കിറ്റാണ്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിമോട്ട് കിറ്റാണ്. കാര്യം ലുക്സ് ഉണ്ട്, അതുപോലെ തന്നെ നല്ല വർക്കിംഗ് ഉണ്ട്. ഈ ഒരു റിമോട്ട് കിറ്റിന് നമുക്ക് സെപ്പറേറ്റ് ഒരു ഫിൽറ്റർ ആഡ് ചെയ്യേണ്ട ആവശ്യകതയില്ല സബ് വൂഫറിന്. അതുപോലെ തന്നെ നല്ല ഗെയിൻ ഉണ്ട്. പക്ഷേ എക്സ്ട്രാ ഒരു ഗെയിൻ സംഭവം ഇതിനകത്ത് വന്നിട്ടില്ല. നമുക്ക് നോർമൽ ഗെയിനിങ്ങേ ഉള്ളൂ, എക്സ്ട്രാ ഗെയിൻ കൂട്ടാനുള്ള സംഗതികളൊന്നും അതിനകത്ത് വന്നിട്ടില്ല.
ഇതതിൻ്റെ റിമോട്ട് കുറച്ചുകൂടെ നല്ല റിമോട്ടാണ് ഇത് വന്നേക്കുന്നത്. നമ്മുടെ നോർമൽ റിമോട്ട് കിട്ടിനെ അപേക്ഷിച്ച് അതിൻ്റെ കൂടെ കിട്ടുന്ന റിമോട്ട് ഫ്യൂടെക് ജിടെക് നോർമൽ കിട്ടുന്ന റിമോട്ടിനെ അപേക്ഷിച്ചിട്ട് നല്ല റിമോട്ടാണ്. കുറച്ചുകൂടെ സ്റ്റഡി ആയിട്ടുള്ള മോഡലാണ്. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബിൽഡ് ക്വാളിറ്റി ഉണ്ട് തോന്നുന്നു ഈ റിമോട്ടിന് മറ്റുള്ള റിമോട്ടിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിമോട്ടാണ്. നല്ല ലോങ് റേഞ്ച് പോകുന്നുണ്ട്. ഞാൻ ലോങ് റേഞ്ചിൽ വർക്ക് ചെയ്ത് നോക്കി. ബട്ടൺസ് കാര്യങ്ങളൊന്നും ഒരു പ്രശ്നവുമില്ല. നല്ല ക്വാളിറ്റിയുള്ള റിമോട്ടാണ്. നമുക്കിത് മറ്റേ റിമോട്ടായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. രണ്ടും എടുത്ത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. പിന്നെ ഈ രണ്ട് റിമോട്ടിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിമോട്ട് കിറ്റിലെ ഫംഗ്ഷനിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ റിമോട്ടിനകത്ത് നമുക്ക് ജിടെക്കിൻ്റെ നോർമൽ റിമോട്ടിനകത്ത് നമുക്ക് എല്ലാ ചാനലിൻ്റെയും വോളിയം നമുക്ക് സെപ്പറേറ്റ് കുറയ്ക്കാൻ പറ്റും. അതിന് സെപ്പറേറ്റ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് അതില്ല. ഇതിനകത്ത് നമ്മൾ അതിനകത്ത് ഉള്ളിൽ കയറി പോയിട്ട് മാത്രമേ നമുക്ക് ഓരോ ചാനലിൻ്റെ വോളിയം കുറയ്ക്കാനും കൂട്ടാനും പറ്റുള്ളൂ. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് പെട്ടെന്ന് കുറയ്ക്കണം എന്നുള്ളവർക്ക് അതൊരു പ്രോബ്ലം തന്നെയാണ്. എന്നിരുന്നാലും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇത് വർക്ക് ചെയ്യിക്കാനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഒരു 12 വോൾട്ട് അഡാപ്റ്റർ ആണെന്ന്. 12 വോൾട്ട് DC ഇൻപുട്ടാണ്. നമ്മൾ 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ എടുത്തിട്ട് നമുക്കിന്ന് ഓൺ ആക്കി നോക്കാം. എങ്ങനെയാണിത് ഡിസ്പ്ലേ മറ്റ് കാര്യങ്ങൾ ഫംഗ്ഷൻസ് എല്ലാം ഒന്ന് നോക്കാം. സോ നമുക്കിത് ടേൺ ഓൺ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ടേൺ ഓൺ ചെയ്തിരിക്കുകയാണ്. ഇത് ടേൺ ഓൺ ആക്കുമ്പോൾ തന്നെ ബൂട്ട് എന്ന് എഴുതിയാണ് വരുന്നത്. പിന്നെ നമുക്ക് ആദ്യമേ ഇത് പോകുന്നത് ബ്ലൂടൂത്ത് മോഡിലേക്ക് തന്നെയാണ്. വേറെ മോഡിലോട്ടൊന്നും പോകില്ല. USB ഉണ്ടെങ്കിൽ USB മോഡിലോട്ട് പോകും, ഇല്ലെങ്കിൽ ബ്ലൂടൂത്ത് മോഡിലോട്ട് തന്നെ പോകും. എടുത്തു പറഞ്ഞൊരു കാര്യം, ബ്ലൂടൂത്ത് പക്ക സൈലൻ്റ് ആണ്. ഒരു തരത്തിലുള്ള നോയ്സും ഇല്ല. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു 5.1 ആംപ്ലിഫയർ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു റിമോട്ട് കിറ്റ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലത്. ആ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ കണക്ഷൻസ് കൊടുക്കേണ്ട, നോയ്സ് തീരെ ഇല്ല. പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ്. ഇപ്പോൾ സബ് ആയാലും ഏത് ചാനലാണെങ്കിലും പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ്. പിന്നെ എൻ്റെ വോളിയത്തിലേക്ക് വേണമെങ്കിൽ മാക്സിമം വോളിയം 50 വരെയാണ്. ഇപ്പോൾ ഞാനുണ്ടാക്കിയ ആംപ്ലിഫയർ ആണെങ്കിൽ 40 വരെ വെച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ അടുത്തിരിക്കാൻ പറ്റില്ല. അത്രമാത്രം ഹൈ വോളിയംസിനകത്ത് കിട്ടുന്നുണ്ട്. സോ നമുക്ക് എക്സ്ട്രാ ഒരു ഗെയിനിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർപോയിൻ്റ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് എനിക്കിനകത്തൊരു പ്രശ്നമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ അതിനകത്ത് കുറേ സ്വിച്ചസ് ഉണ്ട്. ആ സ്വിച്ചസിനകത്ത് 2.1 ഒരു 5.1 ഒരു സ്വിച്ച് നമുക്കുണ്ട് മിക്കവാറും എല്ലാ റിമോട്ട് കിറ്റിലും വരുന്നതാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കിയിട്ട് ഇത് ഓൺ ആക്കുമ്പോൾ സബ് എടുക്കില്ല. മനസ്സിലായില്ല. അത് നമ്മൾ 2 ചാനലോ 5 ചാനലോ ഒന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ആ ഒരു സബ് ഓൺ ആവുന്നുള്ളൂ. എൻ്റെ കയ്യിൽ 2 റിമോട്ട് കിറ്റുണ്ട്. ഞാൻ രണ്ടും വെച്ച് നോക്കിയാൽ രണ്ടിനും ഇങ്ങനെ ഉണ്ട്. പക്ഷേ അതൊരു ഡിഫക്റ്റായിട്ട് നമുക്ക് പറയാൻ തോന്നുന്നില്ല. കാര്യം അത് 2.1 5.1 ഒന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഓണാവും. പിന്നെ ഉള്ളത് FM ഉണ്ട്, പിന്നെ OX 1 OX 2, അതുപോലെ തന്നെ OX 3 ഉണ്ട്, പിന്നെ optical 1 optical 2, അങ്ങനെ coax 1 coax 2, പിന്നെ USB ഇൻപുട്ട് ഉണ്ട്. അതുപോലെ തന്നെ മെമ്മറി കാർഡിൻ്റെ ഇൻപുട്ടുണ്ട്. അങ്ങനെ ഇത്രയും ഒരുപാട് ഇൻപുട്ട്സ് ഉണ്ട് നമ്മുടെ നോർമൽ ഒരു റിമോട്ട് കിറ്റ്. ഞാൻ നേരത്തെ 5800 പരിചയപ്പെടുത്തിയ റിമോട്ട് കിറ്റിനകത്ത് ഇൻപുട്ട്സ് വളരെ കുറവായിരുന്നു. അതിനകത്തൊരു 5.1 ഇൻപുട്ട് ഇല്ല എന്നുള്ളത് അതിൻ്റെ ഒരു വലിയ പ്രശ്നമായിരുന്നു. പിന്നെ ഈ ഒരു റിമോട്ടിനകത്ത് H1 H2 H3 എന്ന് പറഞ്ഞൊരു 3 സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് HDMIയുടെ ഇൻപുട്ട്സിന് വേണ്ടി ഡെഡിക്കേറ്റഡ് കൊടുത്തേക്കുന്നതായിരിക്കും. അപ്ഗ്രേഡ് വെർഷൻ അത് യൂസ് ചെയ്തായിരിക്കും ആ ഒരു ഇൻപുട്ട് സെലക്ട് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതും ഇതിനകത്ത് ആഡ് ഓൺ ചെയ്ത് വന്നിട്ടുണ്ട്. ആ ഒരു റിമോട്ട് കിറ്റും നല്ല അഭിപ്രായം തന്നെയാണ് എല്ലായിടത്തും നിന്ന് വന്നിരിക്കുന്നത്. സോ ബേസിക്കലി നല്ലൊരു റിമോട്ട് കിറ്റാണ്. നോയ്സ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമുക്കിതിൻ്റെ മെയിൻ ഫംഗ്ഷൻസിലേക്ക് ഒന്ന് പോയി നോക്കാം. എന്തൊക്കെയാണ് മെയിൻ ഫംഗ്ഷൻസ് ഒന്ന് നോക്കാം. കാര്യം ഫംഗ്ഷൻസ് മൊത്തം അകത്താണ് കിടക്കുന്നത്. നോർമലി നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത്രയും ബട്ടൺസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് USB അല്ലെങ്കിൽ ബ്ലൂടൂത്തോ അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് അതിൻ്റെ നമ്പർ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ബാസിലേക്കും ട്രബിളിലേക്കും ടോൺ കൺട്രോൾ ബാസും ട്രബിളും നോക്കുകയാണെങ്കിൽ ബാസ് -12 to +12 വരെയും കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ട്രബിൾ ആണെങ്കിലും -12 to +12 വരെ കൂട്ടാൻ പറ്റും. നല്ല രീതിയിലുള്ളൊരു ട്രബിൾ റെസ്പോൺസ് ഉണ്ട്. ട്രബിൾ ബാസും കൊള്ളാം, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ബാസ് നമ്മൾ കൂട്ടുമ്പോൾ സബിനകത്ത് അത് എടുത്തറിയുന്നുണ്ട്. ട്രബിൾ കൂട്ടുമ്പോൾ എല്ലാ ചാനലിലും ഒരുപോലെ കൂട്ടുന്നുമുണ്ട് ഇപ്പം. പിന്നെ ഓപ്ഷൻസ് ഒരുപാട് നമുക്ക് നെക്സ്റ്റ് പ്രീവ്യൂ, അതുപോലെ തന്നെ പാട്ട്, ഫാസ്റ്റ് ഫോർവേഡ്, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നീട് ഈ ഒരു റിമോട്ടിനകത്ത് FX എന്നൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണകത്ത് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഡിഫാൾട്ട് സെറ്റിംഗ്സിലോട്ട് പോകും. അതുപോലെ തന്നെ ഈക്വലൈസർ, പിന്നെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്, ഈ 3 ഫംഗ്ഷൻസാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അത് നമ്മൾ ഓരോ വട്ടം പ്രസ് ചെയ്യുമ്പോഴും അതിനകത്ത് ഓരോ ഫംഗ്ഷനായിട്ട് വരും. ഈക്വലൈസർ നമുക്ക് നമ്മുടെ ഇഷ്ടത്തെ രീതിയിൽ ഈക്വലൈസർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് ഇതിനകത്ത് വേറെ ഈക്വലൈസർ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓരോ ബാൻഡും നമുക്ക് ഈക്വലൈസ് ചെയ്യാൻ പറ്റും. അതൊരു നല്ല ഓപ്ഷനാണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഈ ഒരു ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ബാൻഡിനെ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ഇതിൻ്റെ ഡിഫാൾട്ട് സെറ്റിംഗിലേക്ക് പോകാണെങ്കിൽ ഡിഫാൾട്ട് ഞെക്കി കഴിഞ്ഞാൽ ഡിഫാൾട്ട് സെറ്റിംഗിലേക്ക് പോകും. അത് അതിൻ്റെ ബ്രൈറ്റ്നസിൻ്റെ സെറ്റിംഗ്സിൽ നമുക്ക് 1 to 5 വരെ ബ്രൈറ്റ്നസ് അപ്പ് ചെയ്യാൻ പറ്റും. സ്റ്റേബിളായിട്ട് അത് വരുന്നത് എനിക്ക് തോന്നുന്നു 3 വരുന്നതെന്ന് തോന്നുന്നു. നമുക്ക് 4 or 5 വേണമെങ്കിൽ ഇടാം. അതല്ലെങ്കിൽ അതിലും കുറച്ച് വെക്കാം LED ബ്രൈറ്റ്നസ്. പിന്നീട് വരുന്നതിൻ്റെ ഓരോ ചാനലിൻ്റെയും വോളിയം കൺട്രോളാണ്. അത് SM എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് ഓരോ തവണ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ചാനലിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വോളിയം കൺട്രോൾ കിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അല്ലാതെ സെപ്പറേറ്റ് ബട്ടൺസ് ഇല്ല. ഓരോ
ചാനലിനും വോളിയം കുറയ്ക്കാനും കൂട്ടാനും അതിൽ പ്രസ് ചെയ്ത് തന്നെ നമ്മൾ അപ്പും ഡൗണും ചെയ്യേണ്ടി വരും. അതും ഏകദേശം 25 വരെയാണ് നമുക്ക് ഓരോ ചാനലിനും വോളിയം സ്റ്റെപ്പായിട്ട് കൂട്ടാൻ പറ്റുന്നത്. നല്ലൊരു ഗെയിൻ ഉണ്ട് സബിന്. എനിക്ക് തോന്നുന്നു ഏകദേശം 60 ഹെർട്സോളം ആ ഒരു ഫ്രീക്വൻസി റേഞ്ചാണ് ഇത് മോസ്റ്റ്ലി ബൂസ്റ്റ് ചെയ്യുന്നത്. സോ കേൾക്കാൻ നല്ല രസമുള്ളൊരു ബാസാണ് വരുന്നത്. നമുക്ക് സെപ്പറേറ്റ് ഒരു സബ് ഫിൽറ്റർ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ 4 മോസ്റ്റഡ് ബോർഡ് യൂസ് ചെയ്തു, നല്ല ബോർഡാണ്. അപ്പോൾ എന്നാൽ അത് നല്ലൊരു പെർഫോമൻസ് തരുന്നുണ്ട് ഇതിനകത്ത്. പിന്നീട് ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് ഇതിനകത്തൊരു പ്രോലോജിക്കിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. അതിനകത്ത് നമ്മൾ 4 രീതിയിലുള്ള പ്രോലോജിക് സെറ്റപ്പ് ഉണ്ട്. അത് ഓരോന്ന് നമ്മൾ വർക്ക് ചെയ്യിച്ച് നോക്കുമ്പോഴും നമ്മുടെ സറൗണ്ട് ചാനലിൽ വരുന്ന എഫക്റ്റിന് വളരെയധികം മാറ്റങ്ങളുണ്ട്. അത് നിങ്ങൾ കേട്ട് നോക്കിയാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അതും ആ ബട്ടണും നല്ല രീതിയിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബട്ടണാണ്. പിന്നെ നമുക്ക് യൂസർ സെലക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സെറ്റിങ്സ് ഒക്കെ യൂസറിന് അത് സേവ് ചെയ്തിടാം. അങ്ങനെ കുറച്ച് നോർമൽ റിമോട്ട് കിറ്റിനകത്ത് വരുന്ന കുറച്ച് ഫംഗ്ഷൻസും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നീട് എല്ലാ റിമോട്ട് കിറ്റിലും വരുന്ന കണക്ക് ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട്. റീസെറ്റ് ബട്ടൺ വളരെ അത്യാവശ്യമാണ്. കാര്യം നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പല സെറ്റിങ്സിൽ കൈവച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലുള്ള ക്വാളിറ്റി നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഇക്വലൈസറൊക്കെ മാറ്റുമ്പോഴും അതുപോലെ തന്നെ എല്ലാ ഫംഗ്ഷനും നമ്മൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ക്വാളിറ്റി വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ റീസെറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നേ സെറ്റ് ചെയ്യാൻ നോക്കുക. അതാണ് ഏറ്റവും നല്ലത്. സോ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള റിമോട്ട് കിറ്റാണ്. നമ്മളിത് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പെർഫോമൻസ് കിട്ടത്തില്ല എന്നൊരു പ്രശ്നമുണ്ട്. കാര്യം നമ്മളിതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിതിൻ്റെ വോളിയം കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം ഞാൻ ഈ ഒരു ആംപ്ലിഫയർ ഓട്ടോക്കായിട്ട് ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്ത് നോക്കിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. കാര്യം ഇക്വലൈസറിനകത്ത് നമ്മൾ ഒരുപാട് കളിച്ച് കഴിഞ്ഞാൽ ടോണൊക്കെ ഒരുപാട് വ്യത്യാസപ്പെട്ടു. നമുക്ക് ഇട ഇഷ്ടപ്പെടാത്തൊരു ലെവലിലേക്ക് ടോൺ പോകും. ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. കുറേയേറെ സെറ്റപ്പുകളുണ്ട്. നമ്മൾ നോക്കി കണ്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് വർക്ക് ആവത്തില്ല. നമുക്ക് തന്നെ ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിനകത്ത് വരും. സോ നല്ല രീതിയിൽ നോക്കി നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ട് വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും മാത്രം ചെയ്യുക. ആർക്കും വേണമെങ്കിലും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ റിമോട്ട് കിറ്റ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നല്ലൊരു റിമോട്ട് കിറ്റാണ്. നല്ല രീതിയിലുള്ള നമുക്ക് ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കിയ നല്ല ഒരു കിറ്റിലെ ലുക്ക് തരുന്ന രീതിയിലാണ് ഈ ഒരു റിമോട്ട് കിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈസി ടു യൂസ് ആണ്. വെറും 12 വോൾട്ട് മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ് വേറൊരു പ്രത്യേകതയും. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു റിമോട്ട് കിറ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. ഒരു പ്രശ്നവുമില്ല. ഇതിന് പ്രൈസ് വരുന്നത് 3600 to 4300 വരെയാണ്. കാര്യം ഇതിന് 3600 to 800 ബേസിക് പ്രൈസ്. പല സൈറ്റുകളിലും കൊടുത്തിരിക്കുന്നത് GST അതുപോലെ തന്നെ കൊറിയർ ചാർജ് എല്ലാം വരുമ്പോഴേക്ക് G-Techൻ്റെ സൈറ്റിൽ 4000-ന് മുകളിലേക്ക് ഇതിന് പ്രൈസ് പോകുന്നുണ്ട്. ഇത് HDMI വരുന്നതിന് എനിക്കൊന്ന് അതിലും കൂടുതലാണ്, 5000-നടുത്ത് പ്രൈസ് വരുന്നുണ്ട്. സോ ഇതിൻ്റെ HDMI വരുന്നത് എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമുക്ക് ഫ്യൂടെക്കിൻ്റെ 5800 5900 ആ ഒരു പ്രൈസ് വരുന്ന ആ ഒരു റിമോട്ട് കിറ്റ് എടുക്കുന്നതാണ് നല്ലത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് DTS സർട്ടിഫൈ ചെയ്ത സൈറസ് ലോജിക്കിൻ്റെ പ്രോസറാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് കുറച്ചും കൂടെ ഫാർ ബെറ്റർ ആണ് ഈ ഒരു റിമോട്ട് കിറ്റിനെക്കാട്ടിലും. സോ ഒപ്റ്റിക്കൽ കിറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ ആ ഒരു കിറ്റ് സജസ്റ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കിറ്റ് എടുക്കുക, ഇല്ലെങ്കിൽ ഇതിലേക്ക് പോവുക. എന്തായാലും ഇഷ്ടപ്പെട്ടവരൊക്കെ വാങ്ങുക, ട്രൈ ചെയ്യുക. വളരെ നല്ലൊരു റിമോട്ട് കിറ്റാണ്. ഇത് നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ റെവല്യൂഷൻ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.